വസയ്യിദു അഹ്ലി സമാവാതി വൽ അർളി അജ്മഈൻ. അല്ലേ? ആകാശഭൂമികളിലുള്ള എല്ലാ ആളുകളുടെയും നേതാവാണ്. അജ്മഈൻ, ആകാശഭൂമികളിൽ എല്ലാവരുടെയും. ചിലർ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലാമ സമഖ്ശരി പറഞ്ഞു, ജിബ്രീൽ അലൈഹിസ്സലാം നബിയേക്കാൾ മുകളിലാണ്. അത് തെറ്റാണ്. അതിന് പണ്ഡിതന്മാരെല്ലാം സമഖ്ശരിയെ വല്ലാതെ ഗണ്ണിക്കുകയും വല്ലാതെ എതിർക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. സമഖ്ശരി വലിയ പണ്ഡിതനാണ്, മുഅ്തസിലിയാണ്, വിദ്യാർത്ഥികാരനാണ്. അയാൾ വലിയ സാഹിത്യവാനാണ്. ആ ഒരു പ്രത്യേകത അയാൾക്കുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ ഉയർന്ന ആള് ജിബ്രീലാണ് എന്ന് അയാൾ പറഞ്ഞു. ആ വാക്ക് അതിനെ സംബന്ധിച്ച് ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. സയന്തഖിമുല്ലാഹു മിൻഹു, അള്ളാഹു അയാളെ ആ പേരിൽ ശിക്ഷിക്കുന്നത് നമുക്ക് കാണാം. ഇല്ലം യതുബ്, അയാൾ തൗബ ചെയ്യാതെയാണ് മരിച്ചതെങ്കിൽ, അയാൾ ആ വാക്കിന് തൗബ ചെയ്യാതെയാണ് മരിച്ചതെങ്കിൽ അള്ളാഹു അയാളെ ശിക്ഷിക്കുന്നത് നമുക്ക് മഹ്ശറിൽ കാണാം എന്നുവരെ ഇമാമിങ്ങൾ പറഞ്ഞത് കാണാം. വലിയ തെറ്റായ വാക്കാണ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി തങ്ങളെക്കാൾ ഉയർന്നവരല്ല. നബി തങ്ങൾ എല്ലാവരുടെയും നേതാവാണ്. സയ്യിദു അഹ്ലി സമാവാതി, വാനലോകങ്ങളിലുള്ള ജിബ്രീലിനേക്കാളും മറ്റുള്ള മലക്കുകളെക്കാളും വല്ലർളി, ഭൂമിയിലുള്ളവരെ എല്ലാവരെക്കാളും ഉയർന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അജ്മഈൻ, അതിലാരും ഒഴിവില്ല, എല്ലാവരെക്കാളും ഉയർന്നവരാണ്. ഇത് തർക്കമില്ലാത്ത ഇജ്മാ ഉള്ള ഏക അഭിപ്രായമേ ഉള്ളൂ. സമഖ്ശരിയുടെ വാക്ക് പണ്ഡിതന്മാരാരും ചെവി കൊടുത്തിട്ടില്ല, ആരും അംഗീകരിച്ചിട്ടുമില്ല. അതാണ് അജ്മഈൻ എന്ന് പറഞ്ഞ വാക്കിന്റെ ലക്ഷ്യം. വഖീല, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ലൈഫായ അഭിപ്രായത്തെ ഉദ്ധരിക്കുമ്പോൾ ഖീല എന്ന് പറയും. ഖായിലിനെ പറയാതെ തന്നെ അറിയപ്പെടുന്ന സ്ഥലത്തും ഖീല എന്ന് പറയും. ഖീല എന്ന് പറയുമ്പോഴേക്കും ലൈഫാണെന്ന് മനസ്സിലാക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ടൈമിലുണ്ടായ ആശ്ചര്യങ്ങൾ അത് തർക്കമില്ലാത്ത കാര്യമാണെന്ന് ഇമാമുൽ ഹറമൈനി തങ്ങൾ അവിടുത്തെ അൽ ഇർഷാദ് എന്ന് പറയുന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. അതിലാർക്കും തർക്കമില്ല. ഇത് ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖീല എന്ന് പറയുമ്പോൾ തന്നെ ലൈഫാണ് എന്നുള്ള ധാരണ നാം നിർത്തണം. ലൈഫിന് ഖീല എന്ന് പറയുമെങ്കിലും ലൈഫുകൾ ഖീല എന്ന് പറയുന്നതൊക്കെ ലൈഫല്ല. എന്താ പറഞ്ഞേ? ലൈഫിന് ഖീല എന്ന് പറയും എന്ന് പറഞ്ഞുകൊണ്ട് മുജൗലി എന്തായിട്ട് അക്സാവൂല, മുജൗലിയായിട്ട് അക്സാവൂല. ഖീല എന്ന് പറയുമ്പോൾ ലൈഫാണെന്ന് മനസ്സിലാക്കരുത്. ജമുൽ ജവാമിൽ ഒരു സ്ഥലത്ത് ഖീല എന്നുണ്ട്, അത് ബലപ്പെട്ട അഭിപ്രായമാണ്. അവിടെ ഇമാം മഹല്ലി എഴുതിയ ഖൗലൻ സഹീഹൻ, ഖീല ഖൗലൻ സഹീഹൻ, ഒരു ഫീലിനെ തംരീദിന്റെ സി കൊണ്ട് അവതരിപ്പിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് അത് ഉറപ്പല്ല. ഇത് ലൈഫല്ല, ഇത് ചരിത്രമാണ്. ഇമാം ബൈഹഖിയും മറ്റും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഹമദത്തിൽ ഹമദാന്നും പറയും, ഹമീദാന്നും പറയും, ഹമീദാന്നും പറയാം, ഹമദാന്നും പറയാം. ഹദീസിൽ എങ്ങനെ വന്നത് എനിക്ക് ഓർമ്മയിലില്ല. തിൽക്കൽ ലൈലത്ത, ആ രാത്രിയിൽ ലമ്മാ ഉലിദ, നബി ജനിച്ചപ്പോൾ ഹമദത്ത് കെട്ടുപോയി. അല്ലയിലത്ത്, ആ രാത്രിയിൽ. എപ്പോഴാണ് ജനിച്ചത്? രാത്രിയോ പകലോ? ജനിച്ചപ്പോ ആ രാത്രിയിൽ കെട്ടുപോയി. ജനിച്ച രാത്രിയിൽ കെട്ടുപോകുമ്പോ ജനിക്കലെപ്പോഴാവണം? രാത്രിയോ പകലോ? രാത്രിയാവണം. സ്വബീഹത്ത് എന്നത് എന്തിലെ നസ്സല്ല, സുബൈന്റെ ശേഷം എന്ന് അതിന് അർത്ഥമില്ല. ശേഷം എങ്ങനെയാ കിട്ടിയത് എന്നാണ് ഇതിന് ശേഷം ചിന്തിക്കേണ്ടത്.
സുബീഹത്തിന്റെ ടൈമിൽ പ്രഭാതത്തിന്റെ മുമ്പുമാകാം, ആ പ്രഭാത ടൈമിലുമാകാം, ശേഷവുമാകാം. മൂന്നിനെന്ത് പറയാം? സുബീഹത്ത് എന്ന് പറയാം. ഇത്രയേ ഉള്ളൂ. സുബൈസ്കരിച്ചിട്ട് അതിന് അർത്ഥമില്ല. അന്ന് സുബൈസ്കാരില്ല. തിൽക്കൽ ലൈലത്ത നാറു ഫാരിസ. പേർഷ്യൻ ജനങ്ങൾ ആരാധിച്ചിരുന്ന ഫാരിസിലെ, ഫാരിസ് എന്ന് പറഞ്ഞാല് ഫുർസുകാരുടെ പേർഷ്യക്കാണ് ഫാരിസ് എന്ന് പറയുന്നത്. ഫാരിസിന്റെ നാറ് കെട്ടു എന്ന് പറഞ്ഞാൽ പേർഷ്യക്കാർ ആരാധിച്ചിരുന്ന തീ കെട്ടുപോയി, ആരാധന തീ കെട്ടുപോയി. തീകളെയും വെള്ളങ്ങളെയും ആരാധിക്കുന്ന സ്വഭാവം എന്നു നിലക്കുന്നതാണ്. അത് ആ പേർഷ്യക്കാരുടെ തീ അണഞ്ഞുപോയി, കെട്ടുപോയി. ബാദൽ ഇറാം, അത് കത്തിയാളിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ശേഷം കത്തിയാളുന്ന തീ കെട്ടുപോയി. അല്പാൽപ്പം വിറകങ്ങനെ ഇല്ലാതായി കെട്ടതല്ല, കത്തിയാളിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കെട്ടുപോയി. വലം തെക്കുൻ ഹമദത്ത്, അത് കെട്ടിട്ടേ ഇല്ല രാത്രിയും പകലും. അബിലദാലിക്ക്, അതിന് മുമ്പ് അൽഫയാം, 2000 വർഷം ആയിരിക്കുന്നു അത് കെട്ടിട്ട്. 2000 വർഷം മുമ്പ് കൊളുത്തപ്പെട്ട ആ തീ, അതിന് ഖാദിമീങ്ങളുണ്ട് പേർഷ്യയിൽ. തീ ആരാധകരാണ്, തീയന്മാരെന്ന് പറയുമല്ലോ, തീ ആരാധകർ. ആ തീയിനെ ആരാധിച്ചിരുന്ന അവർ അഗ്നിദേവൻ എന്നാ പറയുന്നത്. വല്ലാതെ അടുത്തുനിന്ന് ആരാധിക്കുമല്ലോ, കുറച്ച് ദൂരം നിന്ന് ആരാധിക്കുള്ളൂ. ആ ദേവൻ അത്രയും ഗൗരവമുള്ള ദേവനായതുകൊണ്ട് വലിയ പ്രശ്നമാണ്. അഗ്നിദേവൻ എന്നാ പറയുന്നത്. ആരണ്യം തന്നിൽ പിടിപെട്ടിതു അഗ്നിദേവൻ, കരഞ്ഞി തുടങ്ങിനാൽ ജിരിതയും അപ്പോൾ. അങ്ങനെ ഉണ്ടില്ലേ? കാട്ടുതീയിൽപ്പെട്ട കുടുംബം എന്നൊരു അധ്യായത്തിൽ സ്കൂളിലുണ്ട് ആ പാട്ട്. ആരണ്യം കാട്, ആരണ്യം കാട്, തന്നിൽ പിടിപെട്ടിതു അഗ്നിദേവൻ. അഗ്നിദേവൻ വന്നിട്ട് എന്ത് ചെയ്ത് ഒന്നായിട്ട് കത്തിച്ചാഞ്ഞ്. ദേവൻ അങ്ങനെ കേടുണ്ട്. ഒന്നായിട്ട് എന്ത് ചെയ്ത് കത്തിച്ച് കാടിനെ. അപ്പൊ ജിരിത എന്ന പക്ഷി കരഞ്ഞ കഥയാണ് അതിൽ പറയുന്നത്. ആ ഒരു നോവലാണ് സ്കൂളിൽ പറഞ്ഞത്. അഗ്നിദേവൻ എന്ന് പറഞ്ഞതാണ്. ജലദേവനുണ്ട്, മാരുദേവനുണ്ട്, അഗ്നിദേവനുണ്ട്. പിന്നെ മണ്ണുദേവനില്ലാത്ത നാടില്ലല്ലോ, കല്ലുകൊണ്ട് കൊത്തിണ്ടാക്കുന്നവർ. അവരതിനെ ആരാധിച്ചു കൊള്ളട്ടെ, നമുക്കതിനെ പറ്റിയൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് അന്ന് ആരാധിക്കപ്പെട്ടിരുന്ന 2000 വർഷം മുമ്പ് കൊളുത്തപ്പെട്ട തീ, അതിൻ്റെ ഇടയിൽ കെടാതെ സൂക്ഷിച്ച ആ വലിയ തീക്കുണ്ടാരം അണഞ്ഞുപോയി. ആരാധിക്കപ്പെടുന്ന തീ അണഞ്ഞുപോയി. അണയാനൊരു കാരണവുമില്ല. 2000 എന്നും 1000 എന്നും രണ്ടഭിപ്രായമുണ്ട്. അല്ലാഹു അഅലം. മറ്റൊരു സംഭവം കിടുങ്ങി, ഈവാനു, കൊട്ടാരം, കൊത്തളം, കിടുങ്ങിപ്പോയി. ഈവാനു, കിസ്റ രാജാവിന്റെ ഈവാന് അത് കിടുങ്ങിപ്പോയി. രാജാക്കന്മാർക്കുണ്ടാകുന്ന അവരുടെ പ്രത്യേകമായ ഇരിപ്പിടത്തിന് വേണ്ടി തയ്യാർ ചെയ്യുന്ന നീളത്തിൽ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ഈ ഈവാന് എന്ന് പറഞ്ഞ സാധനം. നീണ്ടിട്ട് ഉണ്ടാക്കുന്നതാണ്. അതില് ജനങ്ങളോട് അഭിസംബോധന ചെയ്യാൻ അവരിയ്ക്കും. അത് വലിയ അപകടം പരത്തിയ പേർഷ്യക്കാരായ ഭരണാധികാരികൾക്കൊക്കെ കിസ്റ എന്ന് പറയും. റോമൻ ഭരണാധികാരികൾക്ക് കൈസർ എന്ന് പറയും. കിബിത്തി കൂട്ടത്തിലെ ഭരണാധികാരികൾക്ക് ഫിറഔൻ എന്ന് പറയും. യമനിലെ ഹിമ്യർ കൂട്ടത്തിലെ ഭരണാധികാരികൾക്ക് കൈലി എന്ന് പറയും. കൈലേ അറബിയ, അത് അറബിയ മലയാളമൊന്നുമല്ലേ. കൈലി അക്കയാല്. അതുപോലെ തന്നെ യമൻ ഭരണാധികാരികൾക്ക് തുബ എന്ന് പറയും.
അങ്ങനെ കുറേ പേരുണ്ട്. ഈജിപ്ത് ഭരണാധികാരികൾക്ക് അസീസ് എന്ന് പറയും. ഖിബ്തി കുടുംബ ഭരണാധികൾക്ക് ഫിറഔൻ എന്ന് പറയും. 12 ഫിറഔന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അക്രമികളായ ഫിറൗന്മാരെ പറ്റിയാണ് പറഞ്ഞത് കേട്ടോ. 12 കാരന്. ഈ 12 ആളെയും ബോഡി ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ അങ്ങനെ നീർന്ന് കിടക്കുന്നുണ്ട്. അടച്ചോനെ അവരുണ്ടാക്കിട്ടാക്കുള്ളൂ അക്രമം. അപ്പുറത്ത് പോയി കണ്ടാല് സുബ്ഹാനല്ലാഹ്. ഈജിപ്തിൽ ഇന്നുണ്ട് നമ്മളെ മിസ്റ്റർ ഫിറൗൻ ഉണ്ടല്ലോ, ഏത് മൂസാ നബിന്റെ എതിരാളിയായ അയാളൊരു ഫിറൗനാണ്. അയാളെ ശരീരവും ചെങ്കടലിൽ നിന്ന് കണ്ടെത്തി ഇപ്പോൾ സൂക്ഷിപ്പുണ്ട്. മറ്റുള്ളവരുടെ ശരീരങ്ങളുണ്ട്, പക്ഷെ അത് മരുന്നിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഒരു പ്രത്യേക മരുന്ന് തേച്ച് ആ മരുന്ന് തുണിയിൽ തേച്ചിട്ട് ആ തുണി കൊണ്ട് ചുറ്റി വെച്ചിരിക്കുകയാണ്. 12 പേരുടെയും പേരും അറബി പേരും പേര് ഇംഗ്ലീഷിലും അറബിയിലും അവരുടെ ബോഡിയുടെ അരികിൽ എഴുതപ്പെട്ടിരിക്കും. അത് കാണാനായി അവിടുത്തെ 100 റുപ്യ വേറെ ചെലവാണ്. ആ കാഴ്ച സ്ഥലത്തേക്ക് കയറാൻ തന്നെ 100 റുപ്യ വേറെ വേണം. സുബ്ഹാനല്ലാഹ്. അത് പറഞ്ഞാല് ഇന്ന് നമുക്ക് ജീലാൻ ഈ പരിപാടി നടക്കൂല. ഏതായിരുന്നാലും കിസ്റ രാജാക്കന്മാർ, പേർഷ്യൻ രാജാക്കന്മാർക്കാണ് കിസ്റ എന്ന് പറയല്. അതേപോലെ റോമൻ രാജാക്കന്മാർക്കാണെന്ന് പറയല് കൈസർ എന്നാണ്. കിസ്റ കൈസർ എന്നൊക്കെ പറയും. ബെയ്ത്തിലും പാട്ടിലൊക്കെ കേൾക്കല്ലേ. കിബിത്തി രാജാക്കന്മാർ ഫിറഔൻ, ഹിമ്യരി രാജാക്കന്മാർ ഖൈല്, പിന്നെ യമനി രാജാക്കന്മാർ തുബ്ബ. പിന്നെ ഒന്നുകൂടി പറഞ്ഞു, ഈജിപ്ത് രാജാക്കന്മാർ അസീസ്. ഇനി അങ്ങനെ ഓരോന്നുണ്ട്. അപ്പോൾ പേർഷ്യൻ രാജാവാണ് ഈ രാജാവ്. അത് ഏത് രാജാവോ ആ കിസ്റ രാജാവ് എന്ന ആ പേര്, ആ സ്ഥാനപ്പേരാണ്. അത് പലരും കഴിഞ്ഞു പോയിട്ടുണ്ട് കിസ്റയിൽ. അവർക്കൊക്കെ കിസ്റ എന്നാണ് ഞാൻ പറയാം. ഇത് അനൂഷർവാൻ എന്ന പേരുള്ള രാജാവായിരുന്നു. അനൂഷർവാൻ. ഏറ്റവും അറിയപ്പെട്ട ഈവാനാണത്രേ അനൂഷർവാൻ രാജാവിന്റെ, കിസ്റ രാജാവിന്റെ ഈവാൻ. അത് പൊളിക്കാൻ വേണ്ടി ഹാറൂൺ റഷീദ് വളരെ പാടുപെട്ടിട്ടും പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അത്രയും രൂപത്തിൽ, അത്രയും എങ്ങനെയോ വലിയ ശക്തിയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. അതിന് എത്രയോ വാൽക്കണികളുണ്ട്. വാൽക്കണികൾ എന്ന് പറഞ്ഞാല് ഷുറാഫ എന്നും ഷുറുഫ എന്നൊക്കെ പറയും. വാൽക്കണികൾ. വാൽക്കണി അറിയില്ലേ? എവിടുന്ന് കണ്ട്? അതും അറിയും. ബാലിന്റെ കണി എന്നല്ല വാൽക്കണി അറിഞ്ഞാൽ. കൊട്ടാരത്തിൽ നിന്ന് അല്പം അകത്തിട്ട് ചുമരിൽ നിന്ന് നമ്മളെ ട്രെയിൻ പോകുന്ന പാലം ഉണ്ടാവൂലേ, പാലത്തിന്റെ അവിടെ പെട്ടെന്ന് ട്രെയിൻ വന്നാൽ കയറിക്കാനും സ്ഥലം ഉണ്ടാവില്ലേ? അതുപോലെ വീടുകൾക്ക് കൊട്ടാരത്തിന്റെ ചൊറുക്കിന് വേണ്ടി ഇങ്ങനെ അകത്തി വെച്ചിട്ട് പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അതിന് വാൽക്കണി എന്ന് പറയും മലയാളത്തിൽ. അങ്ങനെ എത്രയോ വാൽക്കണികൾ അതുണ്ടാക്കാനൊക്കെ അക്കാലത്ത് ലക്ഷങ്ങൾ വരും. അങ്ങനത്തെ ഷുറാഫകൾ അല്ലെങ്കിൽ ഷുർഫകൾ എത്രയോ ചുറ്റും നിർമ്മിക്കപ്പെട്ട കൊട്ടാരമാണ് കിസ്റ രാജാവിന്റെ. ആ കൊട്ടാരല്ല, ആ ഈവാൻ, അയാളുടെ സിംഹാസനം എന്ന് പറയാം. എല്ലാ അതിന്റെ ഭിത്തികളൊക്കെ ഭയങ്കര ശക്തി ആയതുകൊണ്ട് ഹാറൂൺ റഷീദിന് അത് കീഴ്പ്പെട്ടിട്ടും ഹാറൂൺ റഷീദിന് അത് പൊളിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ചരിത്രത്തിൽ. എന്തുകൊണ്ടും പൊളിക്കാൻ കഴിഞ്ഞില്ല.
അത്രയും ശക്തമായി നിൽക്കുന്ന ഷിർക്ക് ചെയ്യിപ്പിക്കലാണ് ഈ കിസ്റ രാജാക്കന്മാരുടെ പണികൾ. ആളുകളെ കൊണ്ട് കുഫ്രിയത്ത് ചെയ്യിപ്പിക്കുക. അതുകൊണ്ട് തന്നെ അയാളുടെ സിംഹാസനം എന്ത് ചെയ്തു? വിറച്ചുപോയി, കിടുങ്ങിപ്പോയി, അതിൽ വിള്ളൽ സംഭവിച്ചു. നബി തങ്ങൾ ജനിച്ചപ്പോൾ വസഖത്തത്ത് മിൻഹു, അതിൽ നിന്ന് വീണുപോയി. 14 ഷുറാഫത്തൻ. ഷുറാഫത്ത് എന്ന് റിപ്പോർട്ടിലുണ്ട്, ഷുർഫത്ത് എന്നുണ്ട്. രണ്ടും ശരിയാണ്. ഷുറാഫത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ സാധനമാണ്. ഇതാണ് വാൽക്കണി. 14 വീണെന്ന് പറഞ്ഞു. അടർന്നു വീഴണ്ടേ? അതിനെ എന്ത് ചെയ്തിട്ടും വെടിച്ചിട്ടും പൊട്ടാത്ത സൈസ് ചുമരുകളിൽ നിന്ന് ഇത് വാൽക്കണികൾ വീഴണമെങ്കിൽ എന്തായിരിക്കും റസൂലുള്ളാഹി തങ്ങളുടെ ഇർഹാസിന്റെ ശക്തി നമ്മൾ മനസ്സിലാക്കണം. അമ്പിയാക്കന്മാർക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് ഉണ്ടാകുന്ന ആശ്ചര്യങ്ങൾക്കാണ് ഇർഹാസ് എന്ന് പറയുക. അത് ആ ശക്തി നമ്മൾ നോക്കണം. ഷിർക്കിനെതിരിൽ പടപൊരുതുന്ന, അസത്യത്തിനെ ഇവിടെ നിലനിർത്താൻ, ഷിർക്കിനെ പ്രേരിപ്പിക്കുന്ന വെള്ളത്തടാകങ്ങളും, ഷിർക്കിനെ പ്രേരിപ്പിക്കുന്ന തീകളും, ഷിർക്കിനെ പ്രേരിപ്പിക്കുന്ന സാധനങ്ങളും, അധർമ്മത്തെ സമൂഹത്തിൽ നട്ടുവളർത്തുന്ന രാജാക്കന്മാരും എല്ലാവരും തളരും നബിയെ കൊണ്ട് എന്നാണ് ഇതിന്റെ അർത്ഥം. അവർ തളരുമെന്ന് പറഞ്ഞാൽ അവർക്കെല്ലാവർക്കും ഹിദായത്ത് പകരാനുള്ള, അവരെല്ലാം ബോധവൽക്കരിക്കാനാണ് നബിയുടെ ജന്മം എന്നാണ് ഇതിന്റെ സൂചന എന്ന് ഇമാമിങ്ങൾ പറയുന്നു. 14 ഷുറാഫത്തൻ അല്ലെങ്കിൽ ഷുർഫത്തൻ രണ്ടുണ്ട്. പല കിതാബിലും പല രൂപത്തിൽ റിപ്പോർട്ടുണ്ട്. വഹാലത്ത് വറ്റി വരണ്ടുപോയി. ബഹൈറത്തു ചെറുകടൽ, ഏകദേശം ഒരു മിനി കടലാണ്. മിനി കടൽ 10 മൈലോളം നീളത്തിലും 6 മൈലോളം വീതിയിലുമുള്ള ബഗ്ദാദി മയിലാണ് ഈ പറഞ്ഞത്. കാട്ടുമയിലല്ല, നാട്ടുമയിലും അല്ല, നമ്മുടെ നാട്ടുമയിലല്ല. 6-10 മൈലോളം നീളത്തില് വെള്ളത്തിന്റെ തടാകം ആരാധിക്കാൻ വേണ്ടി, ജലദേവൻ ആരാധിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അത് വാലത്ത് ബഹൈറത്തു സാവ. സാവ എന്ന് പറയുന്ന പേർഷ്യയിലുള്ള ഒരു പട്ടണമാണ് സാവ. ആ പട്ടണത്തിലെ നമ്മളെ നൂറുദ്ദീൻ ഷെയ്ഖിന്റെ നാടുണ്ടല്ലോ, എന്താ അവരെ ത്വരീഖത്തുണ്ടല്ലോ, ഹമദാൻ. അത് അസിലൊരു നാടാണ്. ഹമദാൻ, റയ്യ്, റാസി ഇമാമിന്റെ ഒക്കെ നാടായ റയ്യിന്റെ ഇടയിലുള്ള ഒരു നാടാണ് ഏത്? സാവ എന്ന് പറയുന്ന നാട്. ആ നാട്ടിലുള്ള ഒരു കുഞ്ഞിക്കടലുണ്ട്, ഒരു ഏകദേശം കടൽ തന്നെ. അതുകൊണ്ടാണ് ബുഹൈറ, ബഹറിനെ തസ്വീറാക്കിക്കൊണ്ടെന്ന് പറഞ്ഞ് ബുഹൈറ, കടല് പോലെ നിൽക്കുന്ന ഒരു വെള്ളത്തടാകമുണ്ട്. ആരാധിക്കപ്പെടുന്ന വെള്ളമാണ് അതിലുള്ളത്. അതിത്തെ വെള്ളം കഴിച്ചിലായി. കാരണം അതിനെ ആരാധിക്കപ്പെട്ടല്ലോ. നമ്മളവിടെ ഉള്ള വെള്ളമല്ല, ഇതൊന്നും ആരാധിക്കപ്പെടൂല, ഇതൊക്കെ കുടിക്കപ്പെടുക ചെയ്യും. സാവ എന്ന് പറയുന്ന പേർഷ്യയിലെ നാടുകളിൽപ്പെട്ട ഒരു നാടാണ് സാവ. ആ സാവയിലെ ആരാധിക്കപ്പെട്ടിരുന്ന വെള്ളം അവിടെ വറ്റിപ്പോയി. വറ്റിപ്പോയി. ഓല എന്ന് പറഞ്ഞാൽ വറ്റി. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞല്ലോ, എന്താ
وقيل يا أرض ابلعي ماءك ويا سماء أقلي وغيض الماء. ഖുർആനിലുള്ള ഒരു വാക്കാണ്, അത് വറ്റിപ്പോയി. നിങ്ങളെ ഗൂഗിളിൽ അടിച്ചാൽ അതിൽ വറ്റിപ്പോയി, ആ പദമില്ല. ഓതാന്ന് പറഞ്ഞാൽ തട്ടിമറിഞ്ഞു എന്നാണ് അതിലർത്ഥം. അങ്ങനെ ഞാൻ കേട്ടത്. എനിക്ക് ഗൂഗിളും കാഗിളും ഒന്നും അറിയില്ല, അങ്ങനെ കേട്ടത്. ഖുർആനിൽ പറഞ്ഞു വറ്റിപ്പോയി. ഒരു വസ്ബഹത്ത് അസ്നാമുദ്ദുനിയ, ഇപ്പൊ വെള്ളം, തീ രണ്ടാരാധിക്കപ്പെടുന്ന സാധനങ്ങൾക്ക് പറ്റിയ അപകടമാണ് പറഞ്ഞത്. പിന്നെ ലോകത്തുള്ള എല്ലാ സ്വനമുകളും പ്രതിമകളും ആയി കുല്ലുഹ മുഴുവനും മങ്കൂസ തലകീഴായി മറിഞ്ഞുപോയി. ആരുന്തിട്ടതല്ല, തലകീഴായി മറിഞ്ഞുപോയി. കോലങ്ങളെ കൊണ്ട്, മനുഷ്യകോലങ്ങളും മറ്റു പല കോലങ്ങളുണ്ടാക്കി ആരാധിക്കപ്പെടുന്ന കോലങ്ങൾ, അതാണ് അസ്നാം, ബിംബങ്ങള്. അതെല്ലാം തലകീഴായി മറിഞ്ഞു. ഈ പേരിൽ ഈ മൗലിദിന് മങ്കൂസ് എന്ന് പറയുന്നവരും ഉണ്ട്. മൻകൂസ്, തലകീഴായി മറിഞ്ഞ സംഭവം, അത് ഈ മൗലിദിലെ ഏറ്റവും വലിയ സംഭവമാണ്. ലോകത്തുള്ള, മറ്റേത് പേർഷ്യയിലുള്ളതും മറ്റുമൊക്കെയാണ്, അല്ലെങ്കിൽ നിശ്ചിത ഒരു രാഷ്ട്രത്തിലാണ്. ഇത് അസ്നാമുദ്ദുനിയ കുല്ലിഹ, അസ്നാമുദ്ദുനിയ കുല്ലുഹ, ദുനിയാവിൽ മൊത്തമുള്ള, അതുപോലെ ഇന്ത്യ രാജ്യത്തും എല്ലാം ഉള്ള ബിംബങ്ങൾ തലകീഴായി മറിഞ്ഞ സംഭവം, അത് തൗഹീദിന്റെ ഏറ്റവും വലിയ ഒരു സംഭവമാണ്. അങ്ങനെ മറിച്ചിടാനൊന്നും പാടില്ല. അത് മറിഞ്ഞു വീണു എന്നാ പറഞ്ഞു. അതിനിപ്പോ നമ്മൾ ഉത്തരവാദിയല്ലല്ലോ അല്ലേ? അത് സൂക്ഷിക്കല്ല അതിന്റെ ആൾക്കാരെ കടമയല്ലേ? അതുകൊണ്ട് ആ സംഭവമാണ്, ആ സംഭവം കൊണ്ടാണ് ഈ മൗലിദിന് പേരിട്ടത്. എന്ത്? മങ്കൂസ് മൗലിദ് എന്നാണ് കൊങ്ങണം വീട്ടിൽ ഇബ്രാഹിം കുട്ടി മുസ്ലിയാരൊക്കെ ഈ മൗലിദിന്റെ പേര് പറയുന്നത്. എന്തല്ല, മങ്കൂസ് അല്ല. ഈ വിഷയത്തിലെ, ഈ മൗലിദിലെ ഏറ്റവും വലിയ ആശ്ചര്യം, നബി തങ്ങളുടെ ജന്മത്തിലുണ്ടായ ആശ്ചര്യം, ലോകത്ത് ഒന്നായിട്ട് അനുഭവിച്ച ആശ്ചര്യം ഏതാണ്? ബിംബങ്ങൾ തലകീഴായി വീണു എന്നതാണ്. അതുകൊണ്ട് തന്നെ സൂറത്തുകളിലൊക്കെ ഓരോ പേരുകൾ ഇടുമ്പോൾ ആ സൂറത്തിലെ ഏറ്റവും പോയിന്റുള്ള പേരാണ് ഇടാറുള്ളത്. അന്നേക്ക് ഏറ്റവും പോയിന്റുള്ള മങ്കൂസ് മൗലിദ്, ബിംബങ്ങൾ തലകീഴായി വീണ സംഭവം പറയുന്ന മൗലിദ് എന്ന അർത്ഥത്തിന് അർത്ഥം വെച്ചിട്ട് പിന്നെ അലമായി പഞ്ഞ അർത്ഥങ്ങളൊന്നുമില്ല. മങ്കൂസ് ഇടാം, അങ്ങനെ പറയുന്നവരുണ്ട്. ഇബ്രാഹിം കുട്ടിയിലെ ഒരുപാപ്പൊക്കെ അഭിപ്രായക്കാരനാണ്. ഇവരെ മങ്കൂസ് മൗലിദിന്റെ പരിഭാഷ ഞാൻ വായിച്ചു. അതിന്റെ ഹെഡിങ്ങിൽ, അതിന്റെ തുടക്കത്തിനും ഉള്ളിലൊക്കെ ഉള്ളത് മങ്കൂസ് മൗലിദിന്റെ തർജുമാന. മറ്റേത് ഇത് സുബ്ഹാന മൗലിദ് എന്ന് ചുരുക്കിയത് കൊണ്ട് ആണിത് മങ്കൂസ് മൗലിദ് എന്ന് ഖാഫാണെന്ന് പറയുന്നവരാണ് നമ്മുടെ ഉസ്താദുമാരിൽ അധിക പേര്. സഖത്തുൽ ഉസ്താദൊക്കെ നുസ്റത്തുൽ അനാമിലൊക്കെ അത് പറഞ്ഞിട്ടുണ്ട്. എന്തോ ആവട്ടെ, മങ്കൂസ അസ്നാമുദ്ദുനിയ ആയി. എന്തായി? മങ്കൂസത്തൻ. മൗലിദ് മങ്കൂസാണ് കേട്ടോ, തായില്ല. ഇത് മങ്കൂസത്തൻ മുഅന്നസായിട്ടാണല്ലോ, അസ്നാമല്ലേ. റുമിയത്ത് ഷയാത്തീനു, പിശാചികളെ എറിയപ്പെട്ടു. മിനസ്സമായി, വാനലോകത്ത് നിന്ന്, ബിശുഹുബി, ഷിഹാബുകളെ കൊണ്ട്, ചെങ്കോലുകളെ കൊണ്ട് എറിയപ്പെട്ടു. ആകാശത്തു നിന്ന് ചെങ്കോലുകളെ കൊണ്ട് എറിയപ്പെടുന്ന വിഷയം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ. സാധാരണ നടക്കുന്നതിലേറെ നടന്നു എന്നർത്ഥം. പിശാചികൾക്ക് ഒന്നായിട്ട് ഏറിട്ടി എന്നർത്ഥം. ഇടയ്ക്കിടെ ഏറ് നടക്കുന്നത് വിശുദ്ധ ഖുർആനിൽ ഇപ്പോഴും പറയുന്നുണ്ട്, എപ്പോഴും ഉണ്ട്. പിശാചിന് ഏറിട്ടുണ്ട്, അത് ഇടക്കിടക്കുണ്ട്. അതല്ല, ഒന്നായിട്ട് ഏറിട്ടിക്കണം. മറ്റേ കേറി പോണവർക്ക് മാത്രമേ, കയറിപ്പോകുന്ന വാനലോകത്തേക്ക് കയറിപ്പോകുന്ന പിശാചിന് മാത്രമേ ഇടക്കിടക്ക് കയറുള്ളൂ. ഇത് കയറിയവനക്കും കിട്ടി, കയറാത്തവനക്കും കിട്ടി. ഭൂമിയിലുള്ള ചെയ്ത്താന്റെ തലക്കും ഏറിട്ടീന്. ഒരിടത്ത് നിൽക്കുകയാണെങ്കിലും കെടുക്കുകയാണെങ്കിലും ഏറിട്ടിക്കും. ഒന്നായിട്ട് ഏറിട്ടിയത് അത് നബി തങ്ങളുടെ ജന്മം കൊണ്ടാണ്. പിന്നെന്താ?
ഷുഹുബി സവാഖിബി, അതെ, ഇരുളുകളെ തുളഞ്ഞു കടക്കുന്ന, അല്ലെങ്കിൽ കൊണ്ടവന്റെ മണ്ടക്ക് തുളഞ്ഞു കടക്കുന്ന, കൊണ്ടര മണ്ട പൊളിഞ്ഞിടലും വലി ചാടിടലും തല കൂടിയിടലും തല കൂടിയിടലും എന്ന് അറിഞ്ഞില്ലേ? മണ്ട പൊളിയുന്ന, മണ്ട തുളച്ചു കയറുന്ന ഷെയ്ത്താനിന്റെ മണ്ട ഉണ്ടാവില്ലേ? അതിനൊരു മണ്ട ഉണ്ടാവില്ലേ? എണ്ണി അതിനകത്തൊരു മണ്ട അല്ലേ? മണ്ടേ അങ്ങനെ അതിനും തുളഞ്ഞു കിടക്കുന്ന, അല്ലെങ്കിൽ ഇരുളിനെ തുളഞ്ഞു കിടക്കുന്ന പ്രകാശമുള്ള ചെങ്കോലുകളെ കൊണ്ട് എറിയപ്പെട്ടു. വമ്പലജ സുബുഹുൽ ഹഖ്, സത്യത്തിന്റെ പ്രഭാതം പ്രകടമായി. ബത്തലമാക്കാന യഅമലുഹു കുല്ലു കാദിബ്, എല്ലാ കള്ളത്തരങ്ങളും പ്രവർത്തിച്ചിരുന്ന കാലമായിരുന്നു. അധർമ്മങ്ങൾ നടമാടിയിരുന്ന, അധർമ്മങ്ങളെ ചെയ്തു കൂട്ടിയിരുന്ന, അധർമ്മങ്ങളുടെ ആളുകൾ ചെയ്തു കൂട്ടിയിരുന്നത് മുഴുവനും നഷ്ടത്തിലായി അന്നത്തെ രാത്രിയിൽ. ഉർവിയ റിപ്പോർട്ടിലുണ്ട്, അൻ യഹ്യ ബിൻ ഉർവ എന്നവരെ തൊട്ട് മഹാനായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗജത്തായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരനാണ് അവ്വാം. ആ അവ്വാമിന്റെ മോന് സുബൈറിന്റെ മോന്, സുബൈറിന്റെ ഭാര്യയാണ് ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തിയായ അസ്മാ ബീവി. ആ അസ്മാ ബീവിയുടെ സുബൈറിനുള്ള കുഞ്ഞനാണ് ഉർവ. ഉർവ അബ്ദുല്ലാഹി അൽ അബ്ദുല്ല എന്നവര്, അവരുടെ കുഞ്ഞനാണ് ഉർവ. അവരുടെ മോനാണ് യഹ്യ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 2-3 നിലക്കുള്ള ബന്ധമുണ്ട്. അവ്വാമു ബിന് ഖുവൈലിദാണ്, ഖദീജത്ത് ബിൻതു ഖുവൈലിദാണ്. അപ്പോ യഹ്യ ബിൻ ഉർവയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഇത് സീറ കിതാബുകളിലൊക്കെ ഉണ്ട്. ഇത് ഈ പറയുന്ന വിഷയം മങ്കൂസ് മൗലിദിന്റെ മാത്രം പ്രത്യേകതയല്ല, ഇത് എല്ലാ കിതാബിലുള്ളതാണ്. അങ്ങനെ എന്താ സംഭവം? അന്ന നഫറൻ, എന്താ ചെല്ലണീന്ന് പഠിച്ചോന്? സഹാബാക്കളല്ലേ, താബീങ്ങളല്ലേ? യഹ്യ ബിൻ ഉർവ, ഉർവത്ത് ബിൻ അബ്ദുല്ലാഹി ബിൻ സുബൈർ ബിൻ അവ്വാം, മഹാന്മാരല്ലേ? യഹ്യ സഹാബിയല്ല, ഉർവയും സഹാബിയല്ല. അബ്ദുല്ലാഹിബിൻ സുബൈർ സഹാബിയാണ്, സുബൈറും സഹാബിയാണ്, അബ്ദുള്ളയും സഹാബിയാണ്. അസ്മാബീന്റെ ഭർത്താവും മകനും അല്ലേ? ആയിഷാബീന്റെ ജ്യേഷ്ഠത്തിന്റെ മോനല്ലേ? ഉർവ ബുഖാരിയിലൊക്കെ ഉള്ള ആളാണ്. സുബ്ഹാനല്ലാഹ്, റളിയല്ലാഹു അൻഹു എത്ര വട്ടം പറയാം? നമുക്ക് നേരില്ല, നമുക്ക് റളിയല്ലാഹു അൻഹു ഒരട്ടം പറഞ്ഞാൽ മതി. അന്ന നഫറൻ, ഒരു സംഘം ആളുകൾ, അവർ റിപ്പോർട്ട് ചെയ്യുകയാണ്. റിപ്പോർട്ട് ചെയ്യുന്നത് മുഅ്മിനീങ്ങളാണ്. അന്ന നഫറൻ, ഒരു സംഘം ആളുകൾ. നഫർ എന്നറിയും. ഇപ്പൊ അറബിയാള് വാഹിദ് നഫർ എന്നറിയും. എത്ര ആളുണ്ട്? കം നഫർ. വണ്ടിയൊക്കെ വിളിക്കുകയാണെങ്കിൽ കം നഫർ, എത്ര ആൾക്കാരാന്ന് നോക്കുമല്ലോ, എത്ര ആൾക്കാരാണ്? വാഹിദ് നഫർ, ഇത്നൈൻ നഫർ, സലാസ നഫർ, അർബഅ നഫർ എന്നൊക്കെ പറയും. അപ്പൊ നഫർ വെറും ആള് എന്നുള്ള മാനക്കായി മാറിയില്ലേ? അല്ലേ? നഫർ മുസുക്കോയിലേറെ ആളെന്നുള്ള മാനക്കല്ലേ അറബിയോട് ഉപയോഗിക്കല്? വാഹിദ് നഫർ എന്നൊക്കെ പറയില്ലേ? അറബി സാഹിത്യം അനുസരിച്ച് വാഹിദ് നഫർ പറയില്ല. 3 മുതൽ 10 വരെയുള്ള എണ്ണങ്ങൾക്കാണ് 3, 4, 5, 6, 7, 8, 9, 10 കഴിഞ്ഞ് 1, 2 നഫർ എന്ന് പറയില്ല. അങ്ങനെയാണ് അറബിയുടെ പ്രയോഗം. പക്ഷെ അറബിയുടെ പ്രയോഗം അങ്ങനെയല്ല. അത് കാലാന എന്നൊക്കെ പറഞ്ഞ അറബികളല്ലേ?
കുൽത്തു എന്നല്ലേ പറയേണ്ടത് അല്ലേ? ആ സ്ഥാനത്ത് കാല അന, അന കാല, അന സൊല്ല, ഇന്ത സൊല്ലി എന്നൊക്കെ ചോദിച്ചു. ഇന്ത സൊല്ലി എന്നാണ് നിസ്കരിച്ചോ? ലീഷി ഐഷി എന്താണോ ലീഷി ഐഷി എന്നൊക്കെ ചോദിച്ചു. നമ്മളാകെ ബേജാറാവും. ഷുഹാദാന്നൊക്കെ ചോദിക്കും. എന്താണ് ഇത്? അപ്പൊ ഏതൊരാൾ പറഞ്ഞാല് ചെരുപ്പ് ഹാദാ, ഷൂ അല്ല. ഹറമിനുള്ളിൽ കയറുമ്പോ പരിശോധനക്ക് അവിടെ ആൾക്കാർ നിൽക്കുന്നുണ്ടാവും, പോലീസുമാരും തോമാരൊക്കെ. അപ്പൊ നമ്മളേക്കുള്ള ഓറയെന്ന് ചോദിച്ചിട്ട് ഷൂ ആദാന്ന് ചോദിച്ചാണേ കാര്യം. ഇത് ഷൂ ആണോന്ന്? അല്ല, അതെന്താണ്? ചെരുപ്പാണ്. ഷൂ എന്ന് പറഞ്ഞാൽ അയ്യു ഷെയ്ന്നാണ് ഏട്ടാ. അത് എന്താ അങ്ങനെ കൂടി ആ കുഴച്ചിക്കണ അറബി കേടുന്നു. അന്ന നഫറൻ ഒരു സംഘം ആളുകൾ, ഖുറൈശികളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വല്യാപ്പാരിൽപ്പെട്ട ഒരാളാണ് നളിർ. അവരുടെ പേരാണ് ഖുറൈശി എന്ന് പറയുന്നത്. ആ കുടുംബത്തിലേക്കാണ് തങ്ങളും 4 ഖലീഫമാരും വലിയ വലിയ ആളുകളൊക്കെ ചേർന്ന് ഖുറൈശ് തറവാട് അറേബ്യയിൽ ഏറ്റവും ഉയർന്ന തറവാടാണ്. അല്ലാഹു തആല അതിനെ ആ ഖുറൈശ് തറവാടിനെ പറ്റി പറഞ്ഞത് ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫസികും, നിങ്ങളിൽ ഏറ്റവും ഉയർന്ന തറവാട്ടിൽ നിന്നും റസൂൽ വന്നിരിക്കുന്നു. അതാണ് അൻഫസാര, ഖുറൈശാണ്. ഖാനു അവരായിരുന്നു ഖുറൈശികൾ. നല്ലൊരു വിഭാഗം മുശ്രിക്കീങ്ങൾ ഉണ്ടല്ലോ ഖുറൈശികളിൽ, ബഹുദൈവ ആരാധകർ. എന്റെ സ്വനമിൻ മിൻ അസ്നാമിഹിം, അവരുടെ ദേവന്മാരിൽപ്പെട്ട ഒരു ദേവന്റെ അരികിൽ ആയിരുന്നു. എന്താണത് സംഭവം? അന്നായിട്ടൊരു ദേവന്റെ അരികിൽ ഒരുമിച്ച് കൂടാൻ കാരണം ഖദിത്തഖദൂ ദാലിക്കൽ യൗമ, ആ ദിവസത്തെ അവരാക്കിയിരുന്നു എഴുതൻ, ഒരു ഉത്സവമായിരുന്നു അന്ന് നടന്നത്. അതൊരു ഉത്സവ ദിവസമായിരുന്നു. മിൻ അയ്യാമിഹിം, അവരുടെ ഉത്സവ ദിവസങ്ങളിൽപ്പെട്ട ഒരു ഉത്സവ ദിവസമാണ്. അന്ന് കുറെ അറവുകളും തീറ്റകളും പരിപാടികളും ഒക്കെ ഉണ്ടാവും. യൻഹറൂന ഫീഹി, അതിൽ അവർ കുത്തിയറക്കും. അറിവിന് ഒട്ടകം പോലുള്ള ജീവികളെ കുത്തിയാണ് അറക്കൽ. ഇങ്ങനെ കത്തിയോണ്ട് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കലാണ്. നമ്മളിങ്ങനെ ചെയ്യണേന് നെഹർ എന്ന് അറിയില്ല, അത് ദബ്ഹ് എന്നാ പറയുന്നത്. ദബ്ഹ് ഇത് ഇങ്ങനെ കുത്തി അറക്കൽ, ഒട്ടകത്തിനെ കുത്തി അറക്കല ഞാൻ കണ്ടിട്ടുണ്ട്. ഒട്ടകത്തിനെ കുത്തി അറക്കലാണ് നല്ലതും. ഫീഹിൽ ജസൂറ, ഒട്ടകങ്ങളെ കുത്തിയറക്കുന്ന ജസൂർ എന്ന് പറഞ്ഞാൽ ജസറ എന്ന് പറഞ്ഞാല് ഒട്ടകം. അതുപോലെ തന്നെ ആട് പോലുള്ളതിനെ കുത്തിയറക്കണീനാണ് പറയുക. കുത്തിയറക്കുന്ന അല്ലെങ്കിൽ അറക്കാന്ന് വെച്ചിട്ട് തകരാറൊന്നുമില്ല. അവര് ജസൂർ എന്ന് പറഞ്ഞാൽ അറുക്കപ്പെടുന്ന മൃഗം, ഒട്ടകം അല്ലെങ്കിൽ ആട്. അതാണ് ഫഊൽ വസിനാണ്, ജസൂറാണ്. മായുജിസറു വയുൻഹറു എന്നാണ് അതിന്റെ മായന. വയക്കുലൂന, അത് അവര് ഭക്ഷണമാക്കി കഴിക്കുകയും വശറബൂന, അവര് കള്ള് വേന്തുകയും ചെയ്യും. ഇവര് വെള്ളം കുടിച്ചല്ല, ചങ്കിലിരിക്കാതിരിക്കാൻ വെള്ളം കുടിച്ചല്ല, മറ്റേ വെള്ളാണ്. അങ്ങനെ കള്ളുകുടിയും അങ്ങനെയാണല്ലോ. ഇരുന്ന് നെടിൽകളെ അറുക്കയും അത് ഭുജിക്കയും കള്ളു കുടിക്കയും. അതാണ്ടില്ലേ, ഇരുന്ന് നെടിൽകളെ ഒട്ടകങ്ങളെ അറുക്കയും അത് ഭുജിക്കയും അത് തിന്നുകയും കള്ളു കുടിക്കയും. ബദറിന് പോകുമ്പോ അവർ പരിപാടിയാണത്. ഒരുമിച്ച് കൂടിയാല് ഒട്ടകത്തിന് അറുക്കുക, അത് ചൂടാക്കുക, പിന്നെ കള്ളുടിച്ച അതിൽ അതും തിന്ന, അതിന് മുകളിൽ കള്ളും കുടിച്ച ഉഷാറായി. നബിനെ ഭാഗത്ത് കേടൊന്നുണ്ടാവില്ല, എന്തും തിന്നോളൂല്ലോ. വഷ്റബൂൻ, അവർ കള്ളു കുടിക്കുകയും ചെയ്തിരുന്നു. വഖദ് അഖഫു അലൈഹി, അവർ ഈ ദേവന്റെ അടുത്താണ് അവർ ചടഞ്ഞു കൂടിയിട്ടുള്ളത്. ഒരു കർമ്മത്തിനാണ് അഖഫ എന്ന് പറയാം. ഒരു സൽക്കർമ്മമായി ചടഞ്ഞു കൂടുക, അതാണ് അഖഫ. എന്ന് പറയുന്നതാണ് നമ്മൾ എഴുത്തിക്കാഫൊക്കെ. യഖൂലൂന, അവർ വേണ്ടാവൃത്തികളിൽ അങ്ങ് ആകൃഷ്ടര, അവര് അങ്ങ് കടന്നുകൂടിയിരിക്കുന്നു. ഒരു വിഷയത്തിൽ അങ്ങ്
ലയിച്ചാലാണ് ഖാദ എന്ന് പറയാം. അവർ ലയിച്ചിരിക്കുന്നു, അതില് വേണ്ടാത്തതിൽ അങ്ങ് ലയിച്ചിരിക്കുന്നു. വയലാബുവിന് അവർ കളിക്കുകയാണ്, കോപ്രാട്ടി കാട്ടുകയാണ്. ഫദഖലു അലൈഹി, അങ്ങനെ അവര് ഓരോ പണികൾ ഇങ്ങനെ പുറത്ത് നടത്തിക്കൊണ്ട് ദേവന്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ, അവസാനത്തെ പരിപാടിയല്ല ദേവൻ, ഈ ദേവന്റെ അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ ഫജദൂഹു, ആ ദേവനെ അവര് കണ്ടത് മക്ബൂബൻ, അത് മുഖം കുത്തി വീണതായിട്ടാണ്. കബ്ബ എന്ന് പറഞ്ഞാൽ മുഖം കുത്തി വീഴ്ത്തപ്പെട്ടു, അക്കബ്ബ എന്ന് പറഞ്ഞാൽ മുഖം കുത്തി വീണു. അങ്ങനെയാണ് സാധാ നമ്മള് ഫഅലബാബു മുദറദും അല്ല ലാസിമും അഫ്അലബാബു എന്താണ് മുതഅദ്ദിയാണ് അവര്. ഇത് കബ്ബയിൽ നേരെ മാറ്റാം. കബ്ബ എന്നുള്ളത് മുതഅദ്ദിയും അക്കബ്ബ എന്നുള്ളത് ലാസിമുമാണ്. കബ്ബ എന്ന് പറഞ്ഞാല് മുഖം കുത്തി വീഴ്ത്തപ്പെട്ടു, വീഴ്ത്തി. അക്കബ്ബ എന്ന് പറഞ്ഞാൽ മുഖം കുത്തി വീണു. അങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഫീലാണ് ഈ ഫീല്. മക്ബൂബൻ അതിന്റെ സ്മഫൂലാണ്, മുഖം കുത്തി വീഴ്ത്തപ്പെട്ടതായിട്ട്. അലാവജി അതിന്റെ അത് മക്ബൂബിന്റെ അർത്ഥത്തിൽ തന്നെ അങ്ങനെ ഉണ്ട്. അലാവജി ഉണ്ടാകുമ്പോ അലാവജി മാനക്കാ നല്ലത് അല്ലേ? മക്ബൂബ് പറഞ്ഞാല് തള്ളിയിടപ്പെട്ടിരിക്കുന്നു, അലാവജി മുഖത്തിന്റെ മേൽ. ഫങ്കറു എന്തതാലിക്ക, അപ്പൊ അവരതിനെ ഒരു ആശ്ചര്യമായി കണ്ടു. എന്തേ സംഭവിച്ചത്? അങ്കറു എന്ന് പറഞ്ഞാൽ മുങ്കർ അലൈഹി ഇസ്ലാമിന് മുങ്കർ എന്ന് പറയാൻ കാരണം കണ്ടു പരിചയമില്ലാത്തൊരു വിഷയം ഉണ്ടാവുമ്പോഴാണ്. അന്തും കൗമു മുങ്കറു എന്ന് പറഞ്ഞില്ലേ, നിങ്ങളെ പരിചയമില്ല, എന്താണ് സംഭവം? ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥക്കാണെന്ന് പറയല് അങ്കറ എന്ന് പറയല്, നിഷേധിക്കാന്നുള്ള വായനക്കല്ല. എന്തിയ സംഭവം എന്നവർ ചിന്തിച്ചു. എന്റെ താലിക്കാലെ ദേവന്മാരുടെ മേല് അവർ എന്തിയ ദേവന് സംഭവിച്ചു? ദേവൻ നമ്മളെ കാക്കാനുള്ള ദേവൻ കൊയിഞ്ഞാടിക്കാണല്ലോ. റദ്ദൂഹു ഇലാ ഹാലി, എല്ലാവരും വന്ന് ദേവനെ പിടിച്ച് നേരക്ക് നിർത്തി. ഒരു ദേവനെ ഉള്ളൂട്ടോ, കുറെ ദേവന്മാര് വേറുണ്ട്. ഇത് ഈ ഉത്സവം നടക്കുന്ന ദേവനെ പറ്റിയാണ് പറഞ്ഞത്. ഓരോ ദേവനക്ക് വ്യത്യസ്ത ഉത്സവങ്ങൾ ഉണ്ടാവും. പങ്കല ബംഗിലാബസാഗിരിൻ, അപ്പൊ ഒരു നിന്യൻ കൊഴിഞ്ഞു വീഴുന്നത് പോലെ ആ ദേവൻ കൊഴിഞ്ഞു വീണു. ഫഅലൂദാലിക, വീണ്ടും അവർ ചെയ്തു. സലാത്തൻ, മൂന്നട്ടല്ലേ ചെയ്യാൻ, അപ്പുറം ചെയ്യാൻ നിൽക്കോ? ഇല്ലല്ലോ, മൂന്നട്ടൊരു കണക്കാണല്ലോ. 3 വട്ടം ചെയ്തു നോക്കി, ഒക്കെ ഇങ്ങോട്ട് തന്നെ വീഴന്നെ. അതിനാരും തള്ളിയിടുന്നില്ല. ഓലാസഖീം, അത് ശരിക്കാകണില്ല. ഫലമ്മാ റൗദാലിക, ഇത് കണ്ടപ്പോൾ അബ്ദൗ ഹുസ്നൻ, അവര് ദുഃഖത്തെ പുറത്ത് കാണിച്ചു. മനസ്സിൽ ദുഃഖമുണ്ട്, അത് പുറത്തേക്ക് കൊണ്ടുവന്നു. തഅല്ലുമൻ, വേദനയെയും. വസ്ബഹൽ ഈദുല്ലദീ കാനൂ ഫീഹി, അവരുടെ ഉത്സവമായി മഹത്തമൻ ദുഃഖദിനമായി മാറി. സന്തോഷദിനം ദുഃഖദിനമായി മാറി. ഫഖാല, അപ്പൊ പറഞ്ഞു, അവരുടെ കൂട്ടത്തിൽ അവരുടെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു ഗായകനുണ്ട്. അയാൾ പറഞ്ഞു, അയാളെ പേരെന്താണ്? ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്നാണ്. അവിടെ റളിയല്ലാഹു അൻഹു പറയണ്ട, അവിടുത്തെ ചോദ്യം എന്തുകൊണ്ട് മറ്റൊടുത്ത നേരത്തെ വന്നത്? അയാള് ഇസ്ലാം വരുന്നതിന് മുമ്പ് മരിച്ചുപോയി. അയാൾ ഇത് നബി തങ്ങൾ ജനിക്കുന്ന ദിവസമല്ലേ അല്ലേ? ഇനി 40 കൊല്ലം കഴിയണം നബി തങ്ങൾ നുബുവത്ത് കിട്ടാൻ കേട്ടോ. അതിന് മുമ്പ് അയാൾ മരിച്ചു പോയിക്കണം. അയാൾ എന്തോ ആയിക്കോട്ടെ, അയാളെ കാര്യത്തിൽ നമ്മളൊന്നും പ്രത്യേകം പൊരുത്തപ്പെടാൻ വേണ്ടി അള്ളാഹിനോട് പറയല് പാടില്ല. ഇനി പിന്നെ അള്ളാഹു തആല അയാളെ സുഹൃത്ത് കടത്തോർത്തൂല, അത് പത്രത്തിന്റെ അയൽക്കാർക്കും വരുന്നതാണ്. അത് നമുക്കതിനെ പറ്റി അറിയില്ല. അയാളെ ശിക്ഷിക്കപ്പെടുകയില്ല എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഖുർആനിൽ അങ്ങനെ അള്ളാഹ് പറഞ്ഞിണല്ലോ, നബിമാര് വരുന്ന മുമ്പ് ശിക്ഷിക്കപ്പെടുകയില്ല. മാകുന്ന മുഅദ്ദിബീന ഹത്താ നബഅത റസൂല. പത്രത്തിന്റെ അയൽക്കാരിൽപ്പെട്ട ആളാണെങ്കിൽ അയാൾക്ക് ശിക്ഷ ഉണ്ടാവില്ല. എന്നാലും തെർലിയത്തല്ല സുന്നത്തൊന്നുമില്ല, എന്നല്ല പാടില്ല. ഉസ്മാൻ ഇബ്നുൽ ഹുവൈരിസ് എന്ന് പറയുന്ന ആള്, മാലഹു, എന്തേ ദേവത്തിന് പറ്റിയത്? അത് അക്സറ തനക്കുസ്, അത് തലകീയായി വീഴുന്നു എന്നല്ല, വീഴൽ പെരുപ്പിക്കുന്നു. ഇന്ന ഹാദാലി അമ്രിൻ, ഇതെന്തോ ഒരു ഗൗരവമായ സംഭവം. ഹദസ, പുതുതായി ഉണ്ടായിട്ടുണ്ട്. എന്താ സംഭവം? നബി തങ്ങൾ ജനിച്ചതാണെന്ന് ഇനി പറയുന്നുണ്ട്. വൻഷത, അയാൾ പാട്ടുപാടി. അയാൾ പാട്ടുകാരനാ. അതുണ്ടല്ലോ, എന്ത് വിഷയം ഉണ്ടായാലും പാട്ടുപാടാ. എല്ലാത്തിനും പാട്ടുപോയ കാലത്തുള്ളതാണ്. ഇപ്പോഴാണ് ഈ പാട്ട് പോയത്. ഇപ്പൊ പാട്ടില്ല, ഇപ്പൊ മ്യൂസിക്കാണ്. ഇപ്പൊ പാട്ട് പോയി. ദഫൂട്ട് തന്നെ, ദഫോണ്ട് ഇങ്ങനെ കോലം കാട്ടല.
ഇങ്ങനെ പൊന്തിച്ചാന്നല്ലാണ്ട് മുട്ടൂല. അങ്ങനെ ദഫൂട്ട് എന്ന പേര്. ദഫായിട്ട് ഇങ്ങനെ കളിക്കാം. ദഫ് മോൾക്കിടുക, ഇങ്ങനെ ഇട്ട് കളിച്ച, അങ്ങനെ അമ്മാനാടുക. ഇതിനൊക്കെ ഇപ്പൊ ദഫൂട്ട് എന്ന് അറിയില്ലേ. പിന്നെ തലോണ്ട് ഇങ്ങനെ ആട്ടുക, അതാണ് ദഫൂട്ട്. പിന്നെ പാട്ടും പാടാം. മുട്ടല് എപ്പോഴെങ്കിലും 1000-ൽ ഒരു വട്ടം ഒന്ന് മുട്ടും. എന്നിപ്പോ പറയണില്ല ദഫൂട്ടിന്റെ കോലൊന്നും. ഒരു ഡാൻസ് കളിച്ച് കാണ്ട് കോപ്രാട്ടി കാട്ടി കാണ്ട് മാലു അക്സറ ഇന്ന ഹാദാലി അംദിൻ അൻഷദ. അയാൾ പാട്ട് പാടി അൻഷദ എന്ന് പറഞ്ഞതിന് നേരർത്ഥം നഷീദ ചൊല്ലി. നേരർത്ഥം മുമ്പ് ഉണ്ടാക്കിയ പാട്ട് പിന്നീട് എടുത്ത് പാടലിനാണ് അൻഷദ എന്ന് സാധാരണയിൽ പറയും. ഇവിടെ അങ്ങനെ അർത്ഥത്തിനല്ല, നഷീദ ചൊല്ലി പാട്ട് പാടി. വഖൽബുഹു അയാളുടെ ഹൃദയം യസ്ല കരിയുന്നു. യസ്ല നാറൻ ഹാമിയ എന്ന് പറഞ്ഞു ഖുർആനില് അല്ലേ. ആ യസ്ല തീയാൽ ദുഃഖത്തിന്റെ തീ ബിന്നാർ, ദുഃഖ തീയാൽ കരിയുന്നു, അല്ലെങ്കിൽ പ്രയാസ തീയാൽ കരിയുന്നു. അതെ അതെ ബാങ്കുടുക്കി ഉസ്താദ് ജീലാനി തങ്ങളുടെ ഖംരിയ എന്ന ഖസീദയാണ് നമ്മൾ ചെല്ലാറുള്ളത്. ഉസ്താദ് മഗ്‌രിബിക്ക് ഓർമ്മപ്പെടുത്തിയിരുന്നു. ആ ഖംരിയ എന്നുള്ള ഖസീദ ജീലാനി തങ്ങൾക്ക് 100 കണക്കിന് ഖസീദകളുണ്ട്, കവിതകളുണ്ട്. അവിടുത്തെ പല ഘട്ടങ്ങളിൽ ചൊല്ലിയ ഖസീദകളുണ്ട്. അതിനെല്ലാം പ്രത്യേകതകളും ഫലങ്ങളും ഗുണങ്ങളുമുണ്ട്. അതിൽ വളരെ ഫലവത്തായ ഒരു ഖസീദയാണ് അവിടുത്തെ ഖസീദത്തുൽ ഖംരിയ, ഖസീദത്തുൽ ഗൗസിയ എന്നും അതിന് പറയും. ഗൗസ് എന്ന് പറഞ്ഞാൽ ജീലാനി തങ്ങളുടെ ഒരു വിലായത്തിന്റെ സ്റ്റേജിന്റെ പേരാണ്. ആ ഖസീദ വളരെ ബർക്കത്തുള്ള ഖസീദയാണ്. അത് 40 ദിവസം തുടരെ ചൊല്ലുന്ന ആളുകൾക്ക് ജീലാനി തങ്ങളെ കാണാൻ കഴിയുമെന്ന് ഇതിന്റെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അറബി പഠിക്കുന്ന ആളുകൾക്ക് ഒരു ദിവസം ഒരു വട്ടമെങ്കിലും ഇത് ചൊല്ലിയാൽ അറബിയിൽ യസീദു ഖുവത്തുഹു ബിൽ അറബിയ, അറബി ഭാഷയിലുള്ള കഴിവ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കൂടി വരുമെന്നും ഇതിന്റെ പ്രത്യേകതകളിൽ 10-16 പ്രത്യേകതകൾ ഇതിന് ഇമാമിങ്ങൾ എണ്ണിയിട്ടുണ്ട്. ഇതിന് 18-ലേറെ വിശദീകരണങ്ങൾ എഴുതപ്പെട്ടു എന്ന് ഇതിന്റെ വിശദീകരണമായ സംസമത്തുൽ ഖുംരിയ അലൽ ഖസീദത്തുൽ ഖംരിയ എന്ന ഖസീദ എന്ന കിതാബില് മഹാനായ അഹമ്മദ് റളാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന് വലിയ പ്രത്യേകത ഉണ്ട്. നമ്മളെ നാട്ടുകാർക്ക് ഇതിനെ പറ്റിയതെല്ലാം അറിയില്ല. നമ്മളെ റാത്തിബുകളിലൊക്കെ ഈ ഖസീദ കാണും. എല്ലാ മൊഹീദീൻ റാത്തിബുകളിലും ഈ ഖസീദ ഉണ്ട്. പക്ഷേ നമ്മളെ ആളുകൾക്ക്, ജനങ്ങൾക്ക് ഇത് കാണാതെ അറിയുന്നവർ കുറവാണ്. നാടന്മാർ പലരും കാണാതെ പഠിച്ചവരുണ്ട്. മക്കയിൽ നിന്ന് ഒരു വലിയ മഹാനുമായി ദ്വാർപ്പിച്ചപ്പോ അദ്ദേഹം കൈ പൊന്തിച്ച് അംദും സലാത്തും ചൊല്ലിയിട്ട് ഈ ഖസീദ ചൊല്ലി ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ലിബിയക്കാരായ 6 പണ്ഡിതന്മാരുമായി മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഉംറ എടുത്തുകൊണ്ട് വരുമ്പോൾ അവരുമായി പരിചയപ്പെട്ടപ്പോൾ അവർക്ക് കാണാതെ അറിയുന്ന 2 ഖസീദ ഉണ്ട്. ഒന്ന് ഖംരിയയും ഒന്ന് ബുർദയും. അത് രണ്ടും പൂർത്തിയാക്കി ചൊല്ലിയാണ് ഞങ്ങൾ മദീനയിലെത്തിയത്. ഞാൻ മാത്രമേ ഉള്ളൂ. മറ്റേത് ലിബിയക്കാരായ 6 പണ്ഡിതന്മാർ. അതെൻ്റെ ഓർമ്മ. അവരൊക്കെ ഞങ്ങൾ പരിചയപ്പെട്ടതിൻ്റെ ഞാനിങ്ങനെ കൈവച്ച് ഇരിക്കുമ്പോൾ എൻ്റെ പിന്നിലെ സീറ്റിലാണ് അതിൽപ്പെട്ട ഒരാളുള്ളത്. അയാൾ വന്നിട്ട് പറഞ്ഞു, അഹൂയ് സുഹൃത്തെ, എന്താ എൻ്റെ കയ്യിൽ ഇനി മോതിരട്ടിട്ട് ഇഹ്റാം ചെയ്തിട്ടില്ല എന്ന് വെച്ചു. മാലിക് മദ്ഹബില് ഇഹ്റാം ചെയ്താൽ മോതിരിടാൻ പാടില്ല. എനിക്കത് മനസ്സിലായപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഷാഫി മദ്ഹബാനാണ്. ഷാഫി മദ്ഹബിൽ മോതിരിടാ, ബെൽറ്റ് കെട്ട, അതുപോലെ വളയിട, അതിനൊന്നും തകരാറില്ല. അപ്പോ ഞാൻ മാലിക് മദ്ഹബാരനാണ്, ഞാൻ ഷാഫി മദ്ഹബാരനാണെന്ന്. ഓ പ്രശ്നമില്ല എന്ന് പറഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ പരിചയപ്പെട്ട് അങ്ങനെ പരിചയപ്പെട്ടപ്പോഴാണ് ഈ ഖസീദ കാണാതെ അറിയും ആ മൗലവിമാർക്ക് എല്ലാവർക്കും. ഇത് വലിയ ബർക്കത്തുള്ള ഖസീദയാണ്. വിഷമങ്ങൾക്കും പ്രയാസങ്ങൾക്കൊക്കെ ചൊല്ലിയാൽ ഫലമുള്ള ഖസീദയാണ്. അപ്പൊ ഇതാണ്ട് ചൊല്ലിയാൽ നമ്മൾ ഇൻഷാ അല്ലാഹ്.